ഇവിടെ നമ്മൾ ഫ്ലോറിങ് കഴിഞ്ഞ ടൈലിൻ്റെ മുകളിൽ ഈ കാണുന്ന ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ടൈലിന് ഇവിടെ നമുക്ക് സേഫ്റ്റി ആക്കേണ്ടതുണ്ട്. ഈ ഷീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് കുറച്ച് കനം കൂടിയ 5 mm തിക്നെസ്സിലുള്ള ഷീറ്റാണ്. ഈ ഷീറ്റ് ഈ കാണുന്ന ടൈലിൻ്റെ മുകളിലാണ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഓൾറെഡി ഈ ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും ഈ ഇതുപോലുള്ള ഷീറ്റ് നമ്മൾ ഫ്ലോറിങ്ങിൽ ഏതാണോ മെറ്റീരിയൽ നമ്മൾ ലേ ചെയ്തിട്ടുള്ള അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഫ്ലോറിങ്ങിൽ നമ്മൾ എന്താണോ ഒട്ടിക്കുന്നത്, ടൈലായാലും മാർബിളായാലും മറ്റെന്തായാലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫ്ലോറിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇൻറ്റീരിയറിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് കാർപ്പൻറ്ററിങ് വർക്ക്, പെയിൻറ്റിങ്, ഇൻഡസ്ട്രിയൽ വർക്ക്, ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഫ്ലോറിങ്ങിൽ നിർബന്ധമായിട്ടും ഇതുപോലെ സേഫ്റ്റി ആക്കേണ്ടതുണ്ട്. ഫ്ലോർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഷീറ്റുകൾ നമ്മൾ വാങ്ങിച്ച് ഒട്ടിക്കുന്നത്. നമ്മൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഫ്ലോറിൽ വിരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലത്തെ ഷീറ്റുകൾ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അത് വാങ്ങിച്ച് വിരിച്ചിട്ട് നമ്മൾ സേഫ്റ്റി ആക്കേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റുള്ള കാര്യങ്ങൾ, ഹാമർ, ഉളി അങ്ങനത്തതൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ടൈലിനോ മാർബിളിനൊക്കെ ഡാമേജ് വരും.